മദ്യത്തിൽ നിന്ന് മോചനം നേടുന്നവർക്ക് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആൽക്കഹോളിക് അനോണിമസ്. വ്യത്യസ്തമായൊരു സംഘടന കൂടിയാണ് ആൽക്കഹോളിക് അനോണിമസ്. നിയതമായൊരു സംഘടനാ രൂപം ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ആൽക്കഹോളിക് അനോണിമസ്. ഇതിൻ്റെ ദേശീയ തലത്തിൽ ഇതിൻ്റെ പ്രചാരകനായി പ്രവർത്തിക്കുന്ന NP ഹാഫിസ് മുഹമ്മദാണ് ഇന്ന് വാർത്താപ്രഭാതത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, ഒരു മദ്യപാനിയോ മുൻ മദ്യപാനിയോ അല്ലാത്ത താങ്കൾ എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായത്? ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരു ചികിത്സാ കേന്ദ്രവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് അറിയുന്നതും മനസ്സിലാക്കുന്നതും. മദ്യത്തിനും മയക്കുമരുന്നിനും കീഴ്പ്പെട്ട ആളുകൾക്ക് വൈദ്യശാസ്ത്ര ചികിത്സ കൊണ്ട് പൂർണ്ണമായ മുക്തി സാധ്യമല്ലെന്ന തിരിച്ചറിവ് ആൽക്കഹോളിക്സ് അനോണിമസുമായിട്ടുള്ള ബന്ധത്തിന് കൂടുതൽ പ്രസക്തിയുണ്ടാക്കി. മദ്യത്തിൽ നിന്ന് മുക്തി നേടുന്ന ഒരാളിന് ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാനും സുബോധാവസ്ഥ നിലനിർത്തുവാനും ആൽക്കഹോളിക്സ് അനോണിമസ് സാധ്യമാണ് എന്ന് അനേകം ആൽക്കഹോളിക്കുകളുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചതും കേരളത്തിലുള്ള ആൽക്കഹോളിക്സ് അനോണിമസ് ഗ്രൂപ്പുകളുടെ ഉത്ഭവത്തിനും പ്രചാരണത്തിനും വേണ്ടി ശ്രമം തുടങ്ങിയതും. 1992 ആദ്യത്തെ ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ് കോഴിക്കോട്ടുണ്ടാകുന്നത്. ഇന്ന് 200-ലധികം ഗ്രൂപ്പുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അനേകം മദ്യാസക്തരെ ജീവിതത്തിൽ സുബോധാവസ്ഥ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സഹായ സംഘമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞു 92-ലാണ് കോഴിക്കോട് ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. കേരളത്തിൽ പക്ഷേ ഈ അടുത്ത കാലത്താണ് ആൽക്കഹോളിക് അനോണിമസിനെ കുറിച്ച് കൂടുതൽ കേട്ടു തുടങ്ങിയത്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം? നേരത്തെ കിഷോർ പറഞ്ഞതുപോലെ ഒരു നിയതമായ സംഘടനാ രൂപമൊന്നുമില്ല, പക്ഷേ ഓർഗനൈസ്ഡായി തന്നെ വളരെ വളരെ കാര്യമായി പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തിക്കുന്നത്? 1935 ലോകത്തെ ആദ്യത്തെ AA ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. ബിൽ വിൽസൺ, ഡോക്ടർ ബോബ് എന്ന 2 അമിത മദ്യാസക്തരാണ് ഈ കൂട്ടായ്മയുടെ ഉപജ്ഞാതാക്കൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രോഗത്തിന് ചികിത്സ, പൂർണ്ണമായ ചികിത്സ ഒന്നില്ലെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഈ അമിത മദ്യാസക്തർ സ്വയം കണ്ടെത്തിയ മോചനപാത ഉണ്ടാകുന്നത്. 1939 ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പ്രാമാണിക ഗ്രന്ഥം പുറത്തു വരുന്നത്. മദ്യപാനത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണിത്. ഇതിൽ അംഗമായിരിക്കുവാൻ യാതൊരു തരത്തിലുമുള്ള ഫീസോ മാസപരിസംഖ്യയോ എന്തെങ്കിലും നൽകേണ്ടതില്ല. മോചനം ആഗ്രഹിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഈ സ്വതന്ത്രമായ കൂട്ടായ്മയിൽ അംഗമായിരിക്കുവാനുള്ള യോഗ്യത. ഈ സംഘത്തിന് യാതൊരു തരത്തിലും സ്ഥാപനങ്ങളോടോ മതവിഭാഗങ്ങളോടോ രാഷ്ട്രീയ പാർട്ടികളോടോ മറ്റേതെങ്കിലും സംഘടനകളോടോ ബന്ധമില്ല. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. ഈ സംഘത്തിൽപ്പെട്ട ആളുകൾ സംഭാവന സ്വീകരിക്കുന്നില്ല. മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുകയാണെങ്കിൽ തന്നെയും ആ സഹായത്തെ പണമായി സ്വീകരിക്കുന്നില്ല എന്നുള്ളതും പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. ഒരു സ്വയം കണ്ടെത്തലാണ്. NP ഹാഫിസ് മുഹമ്മദ്, മദ്യാസക്തിയിൽ നിന്ന് മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ് എന്ത് സഹായമാണ് ചെയ്യുന്നത്? അയാളെ മദ്യാസക്തിയിൽ നിന്ന് മോചിപ്പിക്കാനായിട്ടുള്ള ഉള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് ആൽക്കഹോളിക് അനോണിമസ് സ്വീകരിക്കുന്നത്? AA-യുടെ ഒരു പ്രധാന പ്രവർത്തനം താൻ മുക്തയാവുക എന്നുള്ളതോടൊപ്പം തന്നെ മറ്റുള്ളവരെ മുക്തരാകുവാൻ സഹായിക്കുക എന്നുള്ളത് കൂടിയാണ്. സ്വാഭാവികമായും AA-യുടെ പ്രവർത്തന രീതി വളരെ മനഃശാസ്ത്രപരമാണ്. മനഃശാസ്ത്രം, മനോരോഗ വിജ്ഞാനം, മതം തുടങ്ങിയിരിക്കുന്ന 3 ശാഖകളുടെ ഒരു സംയോജിതാവസ്ഥയിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനഃശാസ്ത്രപരമായി AA-യുടെ അംഗങ്ങൾ ഈ വ്യക്തിയെ AA-യുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകുന്നു. കൂട്ടായ്മയിൽ 2 തരത്തിലുള്ള ഒത്തുചേരലുകളുണ്ട്. ഒന്ന് ക്ലോസ്ഡ് മീറ്റിംഗ് ആണ്. അതിൽ അമിത മദ്യാസക്തർ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. അവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അനുഭവങ്ങളുടെ ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുന്നതിലൂടെ അമിത മദ്യാസക്തി എന്ന രോഗത്തിൽ നിന്ന് മുക്തരാകുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്.
ഒരാൾ തൻ്റെ അനുഭവം പങ്കുവെക്കുന്നു. ഈ അനുഭവം മറ്റൊരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ തരത്തിലുള്ള മനഃശാസ്ത്രത്തിൽ പറയുന്ന ഒരു സജഷൻ ആയിട്ട് മാറുന്നു, മാർഗനിർദ്ദേശമായി മാറുന്നു. സ്വാഭാവികമായും മദ്യമുക്തിക്കുള്ള ഒരു പാത ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തിക്കുന്നത് 12 പടികളിലൂടെയാണ്. ഈ 12 പടികളിൽ ആദ്യത്തെ പടി തന്നെ ഞാൻ മദ്യത്തിന് മുന്നിൽ അശക്തനാണ്, എൻ്റെ ജീവിതം അമിത മദ്യാസക്തിയാൽ താറുമാറായി എന്നാണ്. ഇങ്ങനെ അടുത്ത പടിയിലെത്തുമ്പോൾ എന്നേക്കാൾ വലിയ ഒരു ശക്തിക്ക് ഞാൻ എന്നെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നു. എന്നെ മനസ്സിലാക്കുന്ന ദൈവമാണത്. അതേതെങ്കിലും നിയതമായ മതവിഭാഗത്തിൻ്റെ ദൈവസങ്കല്പമല്ല. ഞാൻ കണ്ടെത്തുന്ന എന്നേക്കാൾ വലിയ ഒരു ശക്തി എന്നുള്ളത്. പടിപടിയായി 12ാം പടിയിലെത്തുമ്പോൾ ഞാൻ നേടിയെടുത്തിരിക്കുന്ന മദ്യത്തിൽ നിന്നുള്ള സുബോധാവസ്ഥ മറ്റ് അമിത മദ്യാസക്തർക്ക് എത്തിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അവർ പ്രചാരണം നടത്തുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ മറ്റു രോഗങ്ങളെ പോലെയല്ല മദ്യാസക്തി. മറ്റു രോഗങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായൊരു വിമുക്തി സാധ്യമാണ്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും മടങ്ങിപ്പോകാവുന്ന ഒരു പ്രത്യേകതരം അവസ്ഥയാണ് മദ്യത്തോടുള്ള ഈ ഒരു ആസക്തി എന്ന് പറയുന്നത്. അങ്ങനെ ആൽക്കഹോളിക് അനോണിമസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ തിരിച്ചു പോകുന്നത് തടയാൻ മനഃശാസ്ത്രപരമായ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. തീർച്ചയായും മദ്യമുക്തി എന്ന് പറയുന്നത് പൂർണ്ണമായും ചികിത്സ കൊണ്ട് അപര്യാപ്തമാണ്, അസാധ്യമാണ്. ലോകത്തൊരിടത്തും മദ്യമുക്തി എന്നുള്ളതിനൊരു ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെയും. എന്നാൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മദ്യമുക്തി ഏറെ സാധ്യമാകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അനേകം പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിലുള്ളത്. ആൽക്കഹോളിക്സ് അനോണിമസ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു. ഇതൊരു സ്വയം ബോധ്യത്തിൽ നിന്നുള്ള മാറ്റം കൂടിയാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അനുഭവജ്ഞാനത്തിൽ നിന്നുള്ള മാറ്റം കൂടിയാണ്. അത് മനഃശാസ്ത്രപരമായ ഒരു തന്ത്രമായി അവർക്ക് സുബോധാവസ്ഥ നിലനിർത്തുവാനും സുബോധാവസ്ഥ ആഘോഷമാക്കുവാനും സഹായിക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഇവർ ഒരു കാലത്തും ഇനി നാളെ കുടിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നില്ല. ഇന്ന് ഞാൻ കുടിച്ചിട്ടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. 24 hours പ്രോഗ്രാമാണ്. ഒരു നേരം ഒരു ദിനം മാത്രം ഇവർ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ കൈകാര്യം ചെയ്ത് ഓരോ ദിനങ്ങൾ ഏച്ചുകൂട്ടി ഓരോരോ ഇഷ്ടിക എടുത്തു വെച്ചുകൊണ്ടാണ് സുബോധാവസ്ഥയുടെ ആഘോഷം, സെലിബ്രേറ്റിംഗ് സോവറിറ്റി ഇവർ സാധ്യമാക്കുന്നത്. സ്വാഭാവികമായും എളുപ്പമുള്ളത് ആദ്യം ചെയ്യുക എന്നുള്ള ഒരു പദ്ധതിയിലൂടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഓരോ മദ്യാസക്തനെയും സുബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു മനഃശാസ്ത്രപരമായിരിക്കുന്ന ഒരു തന്ത്രം സ്വയം ശീലിച്ചെടുക്കുന്നതിന് സഹായകരമായി തീരുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, പേര് സൂചിപ്പിക്കുന്ന പോലെ ആൽക്കഹോളിക് അനോണിമസിൽ പ്രവർത്തിക്കുന്നവർ അനോണിമസ് ആണ്. എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം? തീർച്ചയായും ഇതിൻ്റെ അനാമധേയത്വം, അനോണിമിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ നട്ടെല്ലായി കണക്കാക്കുകയാണ്. അമിത മദ്യാസക്തർ സ്വാഭാവികമായും ജീവിതത്തിൽ സാമൂഹിക ശിഥിലീകരണത്തിൽ, സാമൂഹിക വ്യവഹാരപരമായ തകരാറുകളിലൊക്കെയും തന്നെ വന്നു കഴിഞ്ഞിരിക്കും. അവർക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, മാനഹാനി ഉണ്ടായിരിക്കും, കുടുംബ ബന്ധങ്ങളിൽ ശിഥിലീകരണം ഉണ്ടായിരിക്കും. ഈ വ്യവഹാരപരമായ തകരാറുകൾ ജീവിതത്തിൻ്റെ അവസാനം വരെ ചെറിയ തോതിലോ വലിയ തോതിലോ ഇവരെ പിന്തുടരുവാനുള്ള സാധ്യത ഏറെയാണ്. സ്വാഭാവികമായും ഈ കൂട്ടായ്മയെ പ്രചാരണത്തിന് തങ്ങളുടെ നാമം ഉപയോഗിച്ചുകൊണ്ട് നടത്തുക എന്ന് പറയുന്നത് തുടക്കം തൊട്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് അതിൻ്റെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രതിനിധിയാണ്, ആളാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ഥിവാരമായിട്ടാണ് കണക്കാക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി ഈ കൂട്ടായ്മയെ അങ്ങനെ പ്രചാരണം നടത്തുകയും സ്വാഭാവികമായും എപ്പോഴെങ്കിലും ഇദ്ദേഹം വീണ്ടും റിലാപ്സ്, വീണ്ടും കുടിക്കുവാനുള്ള വഴുതലിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള വഴുതലുകൾ ഈ കൂട്ടായ്മയുടെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുവാൻ ഇടയുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൂടിയാണ് ഈ അനോണിമിറ്റി നിലനിർത്തണമെന്നുള്ളത് ഒരു ആഗോളാടിസ്ഥാനത്തിലുള്ള തത്വമായി ഇവർ പിന്തുടരുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ പറ്റിയാണ്. ഇനി 10-20 വർഷത്തിലധികമായി ഇതിനോടൊപ്പം നടക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നമ്മുടെ കേരള സമൂഹത്തെ പറ്റി ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഒരുപക്ഷെ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ വിഷയം ഒരുപാട് ചർച്ച ചെയ്തു. കിഷോർ ഉൾപ്പെടെയുള്ളവരൊക്കെ നേരിട്ട് കണ്ടതാണ് ആ കാഴ്ചകൾ. താങ്കൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് കേരള സമൂഹത്തിൽ മാത്രം മദ്യം ഇത്ര വലിയൊരു വിപത്തായി മാറുന്നത്, അതിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ആളുകൾ കുടുങ്ങിപ്പോകുന്നത്?
ഇതിന് മനഃശാസ്ത്രപരവും സാമൂഹികവുമായിരിക്കുന്ന പല കാരണങ്ങളുണ്ട്. ഇന്ന് കേരളത്തിലുള്ള ആളോഹരി മദ്യപാനം ലോകത്തെ പല സമ്പന്ന രാജ്യങ്ങളെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളോഹരി മദ്യപാനമുള്ള സംസ്ഥാനം കേരളമാണ്. 11 ലിറ്ററാണ് പെർ ക്യാപിറ്റ കൺസംഷനായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ ആഘോഷകാലത്തും വിറ്റൊഴിക്കപ്പെടുന്ന മദ്യത്തിൻ്റെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. മദ്യം പൂർണ്ണമായും നിരാകരിക്കുന്ന മതവിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിമുകളെ പോലെയുള്ള ആളുകളുടെ ഇടയിൽ പോലും അമിത മദ്യാസക്തി വർദ്ധിച്ചു വരുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന ഒരു റേഞ്ചായിട്ട് മാറിയിരിക്കുന്ന തിരൂർ പോലെയുള്ള സ്ഥലങ്ങളുള്ളത്. കേരളം അസാധാരണമായ തരത്തിൽ, ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ മദ്യത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒന്ന് നമ്മുടെ ഇവിടുത്തെ സാമ്പത്തികാവസ്ഥയിൽ വന്നു കഴിഞ്ഞിരിക്കുന്ന മാറ്റം പ്രധാനപ്പെട്ട ഘടകമാണ്. 2, മദ്യത്തിന് എതിരായുള്ള ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയവയിൽ മതസംഘടനകളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ സജീവമായി പങ്കെടുക്കുന്നില്ല. രാഷ്ട്രീയ സംഘടനകൾ അവരുടെ അജണ്ടയിൽ ഈ വിഷയം ഇന്നേവരെ കൊണ്ടുവന്നിട്ടില്ല തുടങ്ങിയവ പ്രധാനപ്പെട്ടതാണ്. ഈ കഴിഞ്ഞ വർഷം വരെയും കേരളത്തിലുള്ള പാഠപുസ്തകങ്ങളിൽ, മലയാള സാമൂഹിക പാഠപുസ്തകങ്ങളിൽ മദ്യപാനത്തെക്കുറിച്ചിട്ടുള്ള ഒരു പാഠം പോലും ചേർത്തിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യമായാണ് എനിക്ക് തോന്നുന്നത്. കേരള സമൂഹം ഇതിനെ ഗൗരവത്തോടുകൂടെ കണക്കിലെടുത്തിട്ടില്ല. കേരളത്തിലുള്ള എല്ലാ സാമൂഹിക ശിഥിലീകരണവും, കൂട്ടാത്മഹത്യ, ക്രിമിനലൈസേഷൻ, കുറ്റകൃത്യങ്ങളുടെ പെരുപ്പം, കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം, കള്ളക്കടത്ത് തുടങ്ങിയിരിക്കുന്ന എല്ലാ, സ്ത്രീപീഡനം തുടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് അമിതമദ്യാസക്തിയോ മദ്യപാന രീതിയോ ആണ് എന്നുള്ളതാണ്. ഇത് കേരളത്തിൻ്റെ ഒരു മദ്യപിക്കുക എന്നുള്ളത് കേരളത്തിലെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട്, സാമൂഹിക പദവിയുടെ ഭാഗമായി ഒരു കാലത്ത് കണക്കാക്കി. ബുദ്ധിജീവി ആയിരിക്കുവാൻ മദ്യപിക്കുക എന്നുള്ളത് 70കളിലും 80കളിലും ആഘോഷമായിട്ട് കൊണ്ടാടി. ഇങ്ങനെ പലതരത്തിൽ നമ്മുടെ ചലച്ചിത്രങ്ങൾ ഇതിന് അസാധാരണമായ തരത്തിൽ ഇതിന് പ്രചാരണം കൊടുത്തിട്ടുണ്ട്. ആൻറ്റി വില്ലൻ എന്ന് പറയുന്ന, വില്ലൻ എന്ന് പറയുന്നിടത്ത് നിന്ന് നേരെ ആൻറ്റി ഹീറോ എന്ന സങ്കല്പത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ കഥാനായകന്മാരൊക്കെയും തന്നെയും പരസ്യമായി സിനിമയിലൂടെ മദ്യപിക്കുകയായിരുന്നു. ഇങ്ങനെ നാനാ തലങ്ങളിലുള്ള പ്രചാരണവും ആളുകളുടെ മൗനവും, പ്രത്യേകിച്ച് മതസംഘടനകളുടെ മൗനവുമാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അമിതമദ്യാസക്തി ഒരു രോഗമായും അമിത മദ്യ ഉപഭോഗം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന തരത്തിലും വളരുവാൻ കാരണമായി തീർന്നിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. ഇതിനിടയിലും ചില പ്രതീക്ഷയുടെ കണങ്ങൾ നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഏതായാലും ഈ ഓണക്കാലത്തെ മദ്യവിൽപ്പനയുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഏതാണ്ട് 7% വിൽപ്പനയിൽ കുറവ് വന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ. ഈ തവണത്തെ ഓണക്കാലത്ത് പോലും മുൻവർഷത്തെ ഓണക്കാലത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 7 കോടിയോളം രൂപയുടെ മദ്യവിൽപ്പനയിൽ കുറവ് വന്നിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതൊരു ശുഭസൂചകമല്ലേ? ഇത് ഒരു സ്ഥായിയായി നിൽക്കുന്ന ഒരു പ്രവണതയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏകദേശം 7% കുറഞ്ഞു എന്നുള്ളത് കൃത്യമായിട്ടും പഠിക്കേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കുറഞ്ഞു നിൽക്കുന്നത് താഴോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ ശുഭകരമായ ഒരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ എപ്പോഴും മദ്യപാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മദ്യം കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സർക്കാരും അതുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു, കുറയ്ക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു വരുമാനം എന്ന നിലയിൽ അങ്ങനെ ഒരു താല്പര്യം സർക്കാരിന് ഈ വിഷയത്തിൽ ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് നികുതി ഇനത്തിലും വിൽപ്പനയുടെ ശതമാനക്കണക്ക് നോക്കിയുമൊക്കെയും തന്നെയും അവർക്ക് ഒരു വലിയ വരുമാന സ്രോതസ് തന്നെയാണ്. പക്ഷേ സർക്കാർ ഇത് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ സർക്കാർ ഇതര സംഘങ്ങളോ ഒക്കെയും തന്നെയും ഇത് മനസ്സിലാക്കുകയോ ചെയ്യുമ്പോൾ വേറൊരു ഘടകം ഇതിൻ്റെ പിന്നിലുണ്ട്. കേരളത്തിൽ മദ്യത്തിൻ്റെ വിൽപ്പനയിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്ന നികുതി ഇനത്തിൻ്റെ എത്രയോ ശതമാനം കൂടുതലാണ് മദ്യത്തിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് വേണ്ടി പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് അമിതമദ്യാസക്തിയോ മദ്യപാന രീതിയോ ആണ് എന്നുള്ളതാണ്. ഇത് കേരളത്തിൻ്റെ ഒരു മദ്യപിക്കുക എന്നുള്ളത് കേരളത്തിലെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട്, സാമൂഹിക പദവിയുടെ ഭാഗമായി ഒരു കാലത്ത് കണക്കാക്കി. ബുദ്ധിജീവി ആയിരിക്കുവാൻ മദ്യപിക്കുക എന്നുള്ളത് 70കളിലും 80കളിലും ആഘോഷമായിട്ട് കൊണ്ടാടി.
ഇങ്ങനെ പല തരത്തിൽ നമ്മുടെ ചലച്ചിത്രങ്ങൾ ഇതിന് അസാധാരണമായ തരത്തിൽ ഇതിന് പ്രചാരണം കൊടുത്തിട്ടുണ്ട്. ആൻറ്റി വില്ലൻ എന്ന് പറയുന്ന വില്ലൻ എന്ന് പറയുന്നിടത്ത് നിന്ന് നേരെ ആൻറ്റി ഹീറോ എന്ന സങ്കല്പത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ കഥാനായകന്മാരൊക്കെയും തന്നെയും പരസ്യമായി സിനിമയിലൂടെ മദ്യപിക്കുകയായിരുന്നു. ഇങ്ങനെ നാനാ തലങ്ങളിലുള്ള പ്രചാരണവും ആളുകളുടെ മൗനവും പ്രത്യേകിച്ച് മതസംഘടനകളുടെ മൗനവുമാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അമിത മദ്യാസക്തി ഒരു രോഗമായും അമിത മദ്യ ഉപഭോഗം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന തരത്തിലും വളരുവാൻ കാരണമായി തീർന്നിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. ഇതിനിടയിലും ചില പ്രതീക്ഷയുടെ കണങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഇപ്പോൾ ഏതായാലും ഈ ഓണക്കാലത്തെ മദ്യവിൽപ്പനയുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഏതാണ്ട് 7% വിൽപ്പനയിൽ കുറവ് വന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ. ഈ തവണത്തെ ഓണക്കാലത്ത് പോലും മുൻവർഷത്തെ ഓണക്കാലത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 7 കോടിയോളം രൂപയുടെ മദ്യവിൽപ്പനയിൽ കുറവ് വന്നിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതൊരു ശുഭസൂചകമല്ലേ? ഇത് ഒരു സ്ഥായിയായി നിൽക്കുന്ന ഒരു പ്രവണതയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏകദേശം 7% കുറഞ്ഞു എന്നുള്ളത് കൃത്യമായിട്ടും പഠിക്കേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കുറഞ്ഞു നിൽക്കുന്നത് താഴോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ ശുഭകരമായ ഒരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ എപ്പോഴും മദ്യപാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മദ്യം കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സർക്കാരും അതുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു, കുറയ്ക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു വരുമാനം എന്ന നിലയിൽ അങ്ങനെ ഒരു താല്പര്യം സർക്കാരിന് ഈ വിഷയത്തിൽ ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് നികുതി ഇനത്തിലും വിൽപ്പനയുടെ ശതമാനക്കണക്ക് നോക്കിയുമൊക്കെയും തന്നെയും അവർക്ക് ഒരു വലിയ വരുമാന സ്രോതസ് തന്നെയാണ്. പക്ഷേ സർക്കാർ ഇത് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ സർക്കാർ ഇതര സംഘങ്ങളോ ഒക്കെയും തന്നെയും ഇത് മനസ്സിലാക്കുകയോ ചെയ്യുമ്പോൾ വേറൊരു ഘടകം ഇതിൻ്റെ പിന്നിലുണ്ട്. കേരളത്തിൽ മദ്യത്തിൻ്റെ വിൽപ്പനയിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്ന നികുതി ഇനത്തിൻ്റെ എത്രയോ ശതമാനം കൂടുതലാണ് മദ്യത്തിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത്. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് എടുത്ത് നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളിൽ മദ്യപാനത്തിന് കീഴ്പ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് നാം ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബ ശിഥിലീകരണം, ആത്മഹത്യ, അപകട മരണങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെയും തന്നെയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചെലവ് നോക്കുമ്പോൾ മദ്യത്തിൽ നിന്ന് കിട്ടുന്ന നികുതി ഇനത്തിലുള്ള വരുമാനം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അത് കാരണം കൊണ്ട് ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതയായിട്ട് നിൽക്കുന്നത്. ആൽക്കഹോളിക് അനോണിമസിന്റെ സജീവ പ്രചാരകൻ എന്ന രീതിയിൽ മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? തീർച്ചയായും അവരുടെ ആദ്യഘട്ടത്തിൽ മദ്യമുക്തിയുടെ ആദ്യഘട്ടത്തിൽ അവർക്ക് ഒരു കൗൺസിലറുടെയോ ഒരു ചികിത്സകൻ്റെയോ സഹായം ആവശ്യമായി വന്നേക്കാം. പല ആളുകൾക്കും മദ്യം നിർത്തുമ്പോൾ പിന്മാറ്റ അസ്വാസ്ഥ്യങ്ങളുണ്ട്, വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട്. ഈ വിഡ്രോവൽ സിംറ്റംസ് സുവിശേഷ പ്രസംഗം കൊണ്ടോ ബോധന പ്രവർത്തനം കൊണ്ടോ ഒന്നും തന്നെയും മാറ്റാൻ സാധ്യമല്ല. അതിന് പലപ്പോഴും വൈദ്യശാസ്ത്രപരമായ മനഃശാസ്ത്രപരമായ ഇടപെടൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അമിത മദ്യാസക്തി ഒരു കുടുംബ രോഗമായതുകൊണ്ട് കുടുംബാംഗങ്ങൾക്കും കൗൺസലിംഗ് കൊടുക്കേണ്ടതുണ്ട്. ഈ കൗൺസലിംഗ്, വൈദ്യശാസ്ത്ര ചികിത്സ തുടങ്ങിയവ നൽകിക്കൊണ്ട് അതിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം സുബോധാവസ്ഥ നിലനിർത്താനും ആഘോഷമാക്കാനും ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് അവർ കടന്നു ചെല്ലേണ്ടതുമുണ്ട്. ഒരു കാര്യം കൂടി അറിയാനുള്ളത്, ഒരുപക്ഷെ ഇത് കാണുന്ന ഒരാൾക്ക്, ഒരു മദ്യാസക്തനായ ഒരാൾക്ക് അല്ലെങ്കിൽ ആ അസുഖമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ആൽക്കഹോളിക് അനോണിമസിലേക്ക് എത്തിപ്പെടാൻ കഴിയുക? എങ്ങനെയാണ് അയാൾ ബന്ധപ്പെടേണ്ടത്? കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സേവകന്മാരാണ്. അവരുടെ ഫോൺ നമ്പർ നേടി അവർക്ക് അതിലൂടെ ബന്ധപ്പെടുകയാണെങ്കിൽ ഇതിൽ പങ്കാളിയാകാവുന്നതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ എല്ലാ ദിവസങ്ങളിലും പ്രധാന നഗരങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പ് മീറ്റിംഗ് നടക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തി ഇതിന് അവരുടെ തന്നെയുള്ള റെഫറൻസ് ബുക്കുകളുണ്ട്. മറ്റു ചില ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നുള്ള ശാശ്വത മോചനം എന്ന് പറയുന്ന ഈ അടുത്ത
അടുത്ത കാലത്ത് എൻ്റെ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൽ തന്നെയും കേരളത്തിൽ പ്രവർത്തിക്കുന്ന AA ഗ്രൂപ്പുകളെക്കുറിച്ചും അവരുടെ കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയായ അല്ലനോൺ ഗ്രൂപ്പുകളെക്കുറിച്ചും അവരുടെ കുട്ടികളുടെ കൂട്ടായ്മയായ അല്ലറ്റീൻ ഗ്രൂപ്പുകളെക്കുറിച്ചുമൊക്കെയുള്ള വസ്തുനിഷ്ഠമായിരിക്കുന്ന അറിവ് നൽകുന്നുണ്ട്. ഈ നമ്പർ കളക്ട് ചെയ്തതിന് ശേഷം അവരുമായി ബന്ധപ്പെട്ടാൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ അംഗം ഒരു അമിതമദ്യാസക്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. മല മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ പോലെ AA അംഗം ഒരു അമിതമദ്യാസക്തിൻ്റെ അടുത്തെത്തും. കാരണം അവൻ്റെ സുബോധാവസ്ഥ നിലനിർത്തുന്നതിന് അവൻ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നത് ഫലപ്രദമായ ഒരു മരുന്നാണ് എന്ന് കണ്ടെത്തുക കൂടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ഏതായാലും മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേർക്ക് വളരെയേറെ സഹായകരമാകുന്ന അറിവുകളാണ് താങ്കൾ ഇന്ന് വാർത്താപ്രഭാതത്തിലെത്തി പങ്കുവച്ചത്. വളരെയധികം നന്ദി വാർത്താപ്രഭാതത്തിൽ അതിഥിയായി എത്തിയതിന് CNP ഹാഫിസ് മുഹമ്മദ്. കൂടുതൽ പേർ ഈ മാർഗത്തിലൂടെ ആൽക്കഹോളിക് അനോണിമസിലേക്ക് എത്താനും വളരെ സജീവമായ പ്രവർത്തനം നടത്താനും കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. വാർത്താപ്രഭാതത്തിൽ ഒരിടവേള കൂടി.